Ladies and gentlemen, the development dream of North Kerala takes wing today. Welcome to the groundbreaking ceremony and work inauguration of the Kannur International Airport. Thank you. ബഹുമാനനായ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി കണ്ണൂർ വിമാനത്താവളത്തിൻ്റെ നിർമ്മാണ ഉദ്ഘാടനം നിർവഹിക്കുന്നതിന് വേണ്ടി വളരെ ത്യാഗം സഹിച്ച് ഇവിടെ എത്തിച്ചേർന്ന കേന്ദ്രമന്ത്രി ശ്രീ AK ആൻ്റണി, ബഹുമാനരായ മന്ത്രിമാരായ ശ്രീ KC വേണുഗോപാൽ, ശ്രീ മുല്ലപ്പള്ളി രാമചന്ദ്രൻ, ശ്രീ KC ജോസഫ്, ശ്രീ KP മോഹനൻ, പ്രതിപക്ഷ ഉപനേതാവ് ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ, ശ്രീ K സുധാകരൻ MP, മറ്റ് ബഹുമാനരായ ജനപ്രതിനിധികളെ, ശ്രീ VJ കുര്യൻ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരെ, വിശിഷ്ടാതിഥികളെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഈ വിമാനത്താവളത്തിൻ്റെ നിർമ്മാണ ഉദ്ഘാടന ചടങ്ങിന് സാക്ഷ്യം വഹിക്കാൻ വളരെ ആവേശത്തോടും പ്രതീക്ഷയോടും കൂടി ഇവിടെ തടിച്ചു കൂടിയിട്ടുള്ള പ്രിയപ്പെട്ട നാട്ടുകാരെ, കിയാലിൻ്റെ മാനേജിംഗ് ഡയറക്ടർ ശ്രീ ചന്ദ്രമൗലി ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരെ, ഈ വേദിയിൽ അണിനിരന്നിട്ടുള്ള വിവിധ ഏജൻസികളുടെ പ്രതിനിധികളെ, സുഹൃത്തുക്കളെ, നമ്മുടെ സംസ്ഥാനത്തിൻ്റെ സമഗ്ര വികസനം ലക്ഷ്യമിട്ട് അടിസ്ഥാന സൗകര്യ മേഖലയിൽ ഒരുപിടി സ്വപ്ന പദ്ധതികൾക്ക് സർക്കാർ രൂപം നൽകുകയുണ്ടായി. ആ പദ്ധതികളിൽ സുപ്രധാനമായ ഒരു പദ്ധതിയാണ് കണ്ണൂർ വിമാനത്താവളം പദ്ധതി. ആ കണ്ണൂർ വിമാനത്താവളത്തിൻ്റെ നിർമ്മാണത്തോടുകൂടി കണ്ണൂരിൻ്റെയും മലബാറിൻ്റെയും എല്ലാ മേഖലയിലുള്ള വികസനം ത്വരിതപ്പെടുത്തുന്നതിന് ഏറെ സഹായകരമാകും എന്നുള്ള കാര്യം നമുക്കെല്ലാവർക്കും അറിയാം. ആ വലിയ പദ്ധതിയുടെ നിർമ്മാണ ഉദ്ഘാടനം എല്ലാ നടപടികളും പൂർത്തിയാക്കി ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുന്നു എന്നുള്ളത് ഏറെ അഭിമാനകവും ഏറെ സന്തോഷകരവും ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായ ഒരു മുഹൂർത്തവുമാണ് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഈ കണ്ണൂർ എയർപോർട്ടിൻ്റെ നിർമ്മാണത്തിന് മുമ്പ് നടക്കേണ്ട എല്ലാ നടപടികളും പൂർത്തിയാക്കിക്കൊണ്ടാണ് ഇന്ന് ശ്രീ AK ആൻ്റണി ഇതിൻ്റെ നിർമ്മാണ ഉദ്ഘാടനം നിർവഹിക്കുന്നത്. റൺവേ, ടാക്സി വേ, ഏപ്രൺ എന്നിവ ഉൾപ്പെടെ 694 കോടി രൂപയുടെ ചെലവ് വരുന്ന ഒന്നാം ഘട്ട പദ്ധതിയുടെ ഭാഗമാണിത്. 2000 ഏക്കർ പ്രദേശത്ത് നിർമ്മിക്കുന്ന ഈ ഗ്രീൻഫീൽഡ് വിമാനത്താവളത്തിൻ്റെ ഒന്നാം ഘട്ട ചെലവ് 1792 കോടി രൂപയാണ്. പദ്ധതി പ്രവർത്തനങ്ങൾ ഊർജിതപ്പെടുത്തുന്നതിന് വേണ്ടി ഈ സർക്കാർ ആദ്യം തന്നെ പാരിസ്ഥിതിക പഠനത്തിനായി സെസ്സിനെയും ഇന്റഗ്രേറ്റഡ് പ്രോജക്ട് കൺസൾട്ടന്റായി എയ്കോം ഏഷ്യ, എയ്കോം ഇന്ത്യ, ക്രിസിൽ എന്നിവരടങ്ങുന്ന കൺസോർഷ്യത്തെയും നിയമിച്ചു. ഈ പദ്ധതിയെ സംബന്ധിച്ചിടത്തോളം
ഇതിന് 2008 തന്നെ കേന്ദ്ര ഗവൺമെന്റിൽ നിന്ന് പ്രത്യേകിച്ച് ഡിഫൻസ് മിനിസ്ട്രിയിൽ നിന്നുള്ള അനുവാദം ലഭിക്കുകയുണ്ടായി. അതിനുശേഷം 2012 ഒക്ടോബർ 12-ാം തീയതി ഒക്ടോബർ 12-ാം തീയതിയും നവംബർ 19-ാം തീയതിയും യഥാക്രമം ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെയും കേന്ദ്ര പ്രതിരോധ മന്ത്രാലയത്തിൻ്റെയും അനുമതി ലഭിക്കുകയുണ്ടായി. ഞാൻ ഒരു കാര്യം പ്രത്യേകിച്ച് പറയാനുള്ളത്, സാധാരണഗതിയിൽ എല്ലാ ഡിപ്പാർട്ട്മെന്റുകളുടെയും അനുമതി ലഭിച്ചതിന് ശേഷം മാത്രമാണ് ഡിഫൻസിന്റെ ക്ലിയറൻസ് കിട്ടാറ്. എന്നാൽ A.K. ആന്റണി കേന്ദ്രത്തിലെ ഡിഫൻസ് മന്ത്രിയായതുകൊണ്ട് അദ്ദേഹം ഡിഫൻസിന്റെ ക്ലിയറൻസ് വളരെ വേഗത്തിൽ തന്നെ തരികയുണ്ടായി. കഴിഞ്ഞ ഗവൺമെന്റിന്റെ സമയത്തും ഈ ഗവൺമെന്റിന്റെ സമയത്തും ഏറ്റവും ആദ്യം ആ ക്ലിയറൻസ് നൽകി. അതിന്റെ പേരിൽ തന്നെ ആഭ്യന്തര വകുപ്പിന്റെയും മറ്റ് വിവിധ ഡിപ്പാർട്ട്മെന്റുകളുടെയും ക്ലിയറൻസ് വളരെ വേഗത്തിൽ നേടിയെടുക്കാൻ സാധിച്ചു. ഇവിടെ വളരെ വിശദമായിട്ടുള്ള ഒരു സ്വാഗത പ്രസംഗത്തിന് ഞാൻ മുതിരുന്നില്ല. ഏവിയേഷന്റെ സെക്യൂരിറ്റിയുടെ പ്രാഥമിക സുരക്ഷാ പരിശോധനയും നടന്നു കഴിഞ്ഞു. ഏറ്റവും നിർണായകമായ കേന്ദ്ര പാരിസ്ഥിതിക അനുമതി സെസ്സിന്റെ പഠന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ 2013 ജൂലൈ 19-ാം തീയതി ലഭിച്ചു. പദ്ധതിക്ക് ആവശ്യമായി 700 ഏക്കർ ഭൂമി ഏറ്റെടുക്കൽ പ്രക്രിയ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും അവസാന ഘട്ടത്തിലുള്ള ഭൂമി ഏറ്റെടുക്കലിന്റെ ഭാഗമായി 710 ഏക്കർ ഭൂമി ഏറ്റെടുക്കേണ്ടതായിരുന്നു. അതിൽ 370 ഏക്കർ ഭൂമി ഏറ്റെടുത്തു കഴിഞ്ഞു. ബാക്കി ഭൂമി ഇത് ഏറ്റെടുക്കുന്നതിന് ഏജൻസിയായ കിൻഫ്ര മാർച്ച് 31-ന് മുമ്പ് ഏറ്റെടുത്ത് പൂർത്തിയാക്കും എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഈ സന്ദർഭത്തിൽ ഒരു കാര്യം കൂടി പറയട്ടെ. മറ്റു പല പദ്ധതികൾക്കും സ്ഥലം ഏറ്റെടുക്കുമ്പോൾ ജനങ്ങളുടെ ഭാഗത്തുനിന്ന് വലിയ പ്രതിഷേധവും എതിർപ്പും ഉണ്ടെങ്കിൽ ഈ പദ്ധതിയുടെ കാര്യത്തിൽ ജനങ്ങൾ എല്ലാവരും തന്നെ, ഭൂവുടമകൾ ഓരോരുത്തരും തന്നെ ഈ ഭൂമി ഏറ്റെടുക്കലിന് വേണ്ടി എല്ലാ തരത്തിലുള്ള സഹകരണവും നൽകി എന്നുള്ളത് ഞാൻ ഈ സന്ദർഭത്തിൽ അനുസ്മരിക്കുകയാണ്. ഇന്ന് ഈ പദ്ധതിയുടെ ഉദ്ഘാടനം നടക്കുന്ന സന്ദർഭത്തിൽ ഇതിനു വേണ്ടി ഭൂമി വിട്ടു തന്നുകൊണ്ട് ആത്മാർത്ഥമായി സഹകരിച്ച മുഴുവൻ ഭൂവുടമകളെയും നന്ദിയോടുകൂടി ഞാൻ സ്മരിക്കുകയാണ്. കൂട്ടത്തിൽ ഒരു കാര്യം കൂടി സൂചിപ്പിക്കാനുള്ളത്, ഇപ്പൊ ഇവിടേക്ക് കടന്നു വന്ന എല്ലാവർക്കും ഈ റോഡിലുള്ള ഗതാഗത കുരുക്കിനെ കുറിച്ച് ഒരുവിധം ധാരണ ഉണ്ടായിട്ടുണ്ട്. ഈ എയർപോർട്ടിലേക്ക് ഒരു ഗ്രീൻഫീൽഡ് റോഡ് നിർമ്മിക്കണമെന്ന് എയർപോർട്ട് കമ്പനി ആഗ്രഹിക്കുന്നുണ്ട്. അതിന്റെ കാര്യ വിശദാംശത്തിലേക്ക് ഞാൻ കിടക്കുന്നില്ല. അതിന് അനുകൂലമായ ഒരു സാഹചര്യം സൃഷ്ടിക്കാൻ എല്ലാവരും സഹകരിക്കണം എന്ന സന്ദർഭത്തിൽ വിനയപൂർവ്വം ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം ഇതിന്റെ ഷെയറിന്റെ കാര്യത്തിൽ 2 ലക്ഷം രൂപയാണ് മിനിമം ഷെയർ തുക നിശ്ചയിച്ചിരുന്നത്. അത് 50,000 രൂപയായി കുറയ്ക്കാൻ ഞങ്ങൾ തീരുമാനിച്ചു. സാധാരണ ആളുകൾക്ക് കൂടി ഇത് കൂടുതൽ പങ്കാളിത്തത്തിന് വേണ്ടിയാണ്. അതിന്റെ 26% സംസ്ഥാന ഗവൺമെന്റും അതുപോലെ 23% പൊതുമേഖലാ സ്ഥാപനങ്ങളും 2% സിയാൽ മോഡലുള്ള കമ്പനികളും 49% സംസ്ഥാന സ്വകാര്യ പങ്കാളിത്തവുമായിട്ടാണ് ഇത് വിഭാവനം ചെയ്യുന്നത്. സർക്കാരിന്റെ ഷെയർ 26%. അതിന് ഭൂമി കൊടുക്കുകയും ചെയ്യും. എന്നാൽ ഇപ്പൊ ഇതിന്റെ ഷെയർ ഘടനയിൽ ഒരു മാറ്റം വരുത്തിയിരിക്കുകയാണ്. ആ മാറ്റം എന്തുകൊണ്ട് വരുത്തി എന്ന് ചോദിച്ചാൽ, ഈ സ്ഥാപനത്തിൽ നിക്ഷേപിക്കാൻ എയർപോർട്ട് അതോറിറ്റി മുന്നോട്ട് വന്നു. കഴിഞ്ഞ ഡിസംബർ മാസം ശ്രീ K.C. വേണുഗോപാൽ, കേന്ദ്ര വ്യോമയാന വകുപ്പ് മന്ത്രി ശ്രീ K.C. വേണുഗോപാലിന്റെ അധ്യക്ഷതയിൽ ഡൽഹിയിൽ ഒരു യോഗം വിളിച്ചുകൂട്ടി. ആ യോഗത്തിൽ വെച്ച് എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ ഈ എയർപോർട്ടിൽ 26% ഷെയർ എടുക്കാൻ തീരുമാനിക്കുകയുണ്ടായി. ആ തീരുമാനത്തിൽ കൂടി വന്നപ്പോ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഷെയർ ഇതിനുള്ള സ്പേസ് ഇല്ലാതെ പോയി. അതുകൊണ്ട് 23% എന്നുള്ളതിൽ ഞങ്ങൾ മാറ്റം വരുത്തി. ഇപ്പോ കേരള സർക്കാർ ഷെയർ 35%. നേരത്തെ 26 35 ഉയർത്തി. അതുപോലെ BPCL കമ്പനി, കൊച്ചി റിഫൈനറി ഉൾപ്പെടെയുള്ള BPCL കമ്പനി 23%
കേരളത്തിലെ ചില പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഉൾപ്പെടെ 23% ഷെയർ എടുത്തിട്ടുണ്ട്. BPCL 173 കോടി രൂപയുടെ ഷെയർ എടുത്തിട്ടുണ്ട്. ഏറ്റവും ആദ്യം ഈ സ്ഥാപനത്തിൽ മുതൽ മുടക്കാൻ മുന്നോട്ട് വന്ന ഒരു പൊതുമേഖലാ സ്ഥാപനം BPCL ആണ് എന്ന അഭിമാനത്തോടുകൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുക. ഇന്ന് അവര് തരാനുള്ള തുകയുടെ ഒരു ഇൻസ്റ്റാൾമെന്റ് ആയ 30 കോടി രൂപ ഇവിടെ വെച്ച് കൈമാറുന്നുണ്ട്. അതുപോലെ സ്വകാര്യ പങ്കാളിത്തം ഇപ്പൊ 16%. ഞാനെന്ന് പറയുമ്പോൾ ചില സുഹൃത്തുക്കള് സ്വകാര്യ മേഖലയിൽ ജനങ്ങൾക്ക് പങ്കെടുക്കാനുള്ള അവസരം കുറഞ്ഞു എന്നുള്ള ഒരു വിഷമം പ്രകടിപ്പിച്ചായി മനസ്സിലാക്കി. പക്ഷെ ഇത് ഇങ്ങനെ മാറ്റാൻ കാരണം 49% സ്വകാര്യ പങ്കാളിത്തം വെച്ചിട്ടും കാര്യമായ റെസ്പോൺസ് ഉണ്ടായിരുന്നില്ല. ഞാൻ മനസ്സിലാക്കുന്നത് ഇത് നടക്കില്ല എന്നുള്ളൊരു ധാരണ പൊതുവെ ഉണ്ടായിപ്പോയി. എന്നാൽ ഇത് നടക്കും എന്ന് ബോധ്യപ്പെട്ടപ്പോൾ ധാരാളം അന്വേഷണങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ സ്ഥാപനത്തിൽ മുതൽ മുടക്കുന്നതിന് ആര് മുന്നോട്ട് വന്നാലും അവർക്ക് ഇവിടെ മുതൽ മുടക്കത്തക്ക വിധത്തിൽ ഷെയർ എടുക്കത്തക്ക വിധത്തിലുള്ള മാറ്റം എപ്പോൾ വേണമെങ്കിലും വരുത്തത്തക്ക വിധത്തിൽ ഈ എയർപോർട്ട് കമ്പനി തയ്യാറാണ് എന്ന് ഞാൻ സൂചിപ്പിക്കുകയാണ്. ഇവിടെ ഈ പദ്ധതിയുടെ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ 1000 കോടി രൂപ വായ്പ എടുക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. ആ വായ്പ നൽകുന്നതിന് കേരളത്തിലെ എല്ലാ ബാങ്കുകളും കുറഞ്ഞ നിരക്കിൽ വായ്പ തരാൻ തയ്യാറായിട്ടുണ്ട്. അവരുമായി ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ചില ബാങ്കുകൾ 1000 കോടിയും തരാൻ തയ്യാറാണ്, ചില ബാങ്കുകൾ 200 കോടി, അങ്ങനെ വ്യത്യസ്ത രൂപത്തിൽ എല്ലാ ബാങ്കുകളും ഇതിന് പണം വായ്പ തരാൻ തയ്യാറായി മുന്നോട്ട് വന്നു എന്നുള്ളത് ഈ സ്ഥാപനത്തിന്റെ സാധ്യത ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ്. കേരള സർക്കാരിന്റെ ഇടപെടലിന്റെ ഭാഗമായി മട്ടന്നൂരിലേക്ക് റെയിൽവേ ലൈൻ നീട്ടുന്നതിനുള്ള ധാരണയും ഇപ്പൊ ആയി കഴിഞ്ഞു. അത് വിശദമായ അതിന്റെ ചർച്ചകൾ ഇനി നടക്കണം. ഇവിടെ ഈ കാര്യത്തില് ഇപ്പൊ 1ാം ഘട്ടമാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. 1ാം ഘട്ടത്തിലെ റൺവേ ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ ആരംഭിക്കുന്നത്. അതോടൊപ്പം തന്നെ ടെർമിനൽ ബിൽഡിംഗ്, എയർ ട്രാഫിക് കൺട്രോൾ ടവർ എന്നിവ അടങ്ങുന്ന 2ാം ഘട്ട പദ്ധതിയുടെ പ്രവർത്തനങ്ങൾ 2014 ഏപ്രിൽ മാസത്തിൽ ആരംഭിക്കത്തക്കവണ്ണം നടപടികൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. അങ്ങനെ 2015 ഡിസംബർ മാസം 31-ാം തീയതി ഈ വിമാനത്താവളത്തിൽ നിന്ന് വിമാനം പറന്നുയരത്തക്ക വിധത്തിലാണ് ഇതിന്റെ നടപടികളെല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇത് ഞാൻ പറയുമ്പോൾ ഇവിടെയുള്ള മുഴുവൻ ജനങ്ങളെയും, എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും, എല്ലാ മറ്റ് സംഘടനകളെയും വിശ്വാസത്തിൽ നിന്നുകൊണ്ടാണ് പറയുന്നത്. അതുകൊണ്ട് ഇവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുമ്പോൾ ഒരു ദിവസം പോലും, ഒരു മണിക്കൂർ പോലും നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തടസ്സമില്ലാത്ത സാമൂഹ്യ രാഷ്ട്രീയ അന്തരീക്ഷം സൃഷ്ടിക്കാൻ ഈ പ്രദേശത്തെ മുഴുവൻ ആളുകളും സഹകരിക്കുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. സഹകരിക്കണമെന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്. അങ്ങനെ എല്ലാവരുടെയും സഹകരണത്തോടു കൂടി ഡിസംബർ മാസം 2015 31 ഇവിടെ വിമാനം ഇവിടുന്ന് പറഞ്ഞു തരണം എന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. ഇതിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് പറയുമ്പോൾ നമുക്കറിയാം, ഇതിന് ഒരു കമ്പനി രജിസ്റ്റർ ചെയ്തത് ദിവംഗതനായ മുൻ മുഖ്യമന്ത്രി ശ്രീ EK നായർ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴാണ്. അന്നാണ് ഇതിന്റെ കമ്പനി രജിസ്റ്റർ ചെയ്തത്. ഇതിന് 1000 ഏക്കർ സ്ഥലം കഴിഞ്ഞ ഗവൺമെന്റ് സമയത്ത് ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ ഈ വിമാനത്താവളം കൈകാര്യം ചെയ്ത സന്ദർഭത്തിലാണ്. 700 ഏക്കർ സ്ഥലം, ഇപ്പോൾ 710 ഏക്കർ സ്ഥലം ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്ന കാര്യം ഞാൻ സൂചിപ്പിക്കുകയുണ്ടായി. ഇതിന്റെ നിർമ്മാണ ചുമതല വളരെ സുതാര്യമായ ടെൻഡർ നടപടികളിലൂടെ ലാർസൻ ആൻഡ് ടൂബ്രോ LNBക്കാണ് ലഭിച്ചത്. LNB ഇതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ സമയബന്ധിതമായി പൂർത്തിയാക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല. ഈ പരിപാടിയുടെ അധ്യക്ഷൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടിയാണ്. അദ്ദേഹത്തെ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തി തരേണ്ട ആവശ്യമില്ല. അദ്ദേഹം മന്ത്രി എന്നുള്ള നിലയിൽ എല്ലാ ദിവസവും എന്നോട് ചോദിക്കുന്ന 2-3 ചോദ്യങ്ങളുണ്ട്. ഒന്ന്, എന്തായി കണ്ണൂർ എയർപോർട്ട്, എന്തായി വിഴിഞ്ഞം, എന്തായി ദേശീയ ജലപാത,
ഈ രണ്ട് മൂന്ന് കാര്യങ്ങൾ അദ്ദേഹം എല്ലാ ദിവസവും എന്നോട് ചോദിക്കുന്നതാണ്. എല്ലാ ദിവസവും അദ്ദേഹം ഈ കാര്യത്തിൽ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം അദ്ദേഹത്തിന്റെ തണലിൽ, അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന കാര്യങ്ങളാണ്. ഇതിന്റെ ഡൽഹിയിൽ നിന്നുള്ള എല്ലാ ക്ലിയറൻസും വാങ്ങിയെടുക്കുന്ന കാര്യത്തിൽ ഓരോ ഡൽഹി യാത്രയിലും അദ്ദേഹം ഇതൊരു അജണ്ടയായി വെച്ചുകൊണ്ട് പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. തീർച്ചയായിട്ടും ഞങ്ങൾ സംസ്ഥാന മന്ത്രിമാർക്കെല്ലാം വളരെ കൂടുതൽ ഞങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് പിന്തുണയും പ്രചോദനവും നൽകുന്ന അസാധാരണമായ പ്രവർത്തനം ശൈലി ഉള്ള മുഖ്യമന്ത്രിയാണ് ശ്രീ ഉമ്മൻചാണ്ടി. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ പ്രവർത്തനങ്ങൾക്ക് നിങ്ങളെല്ലാം സഹകരണം ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ആരാധ്യനായ ബഹുമാന്യനായ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടിയെ ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങൾക്കും വേണ്ടിയും ഞാൻ ആത്മാർത്ഥമായി സ്വാഗതം ചെയ്യുകയാണ്. ഇത് ഉദ്ഘാടനം ചെയ്യാൻ കേരള സർക്കാരിന്റെ അല്ലെങ്കിൽ കേരളത്തിന്റെ ഒരു രക്ഷാധികാരിയായി ഡൽഹിയിൽ പ്രവർത്തിക്കുന്ന കേരളത്തിന്റെ ബ്രാൻഡ് അംബാസഡറായ ശ്രീ AK ആന്റണി എന്ന് വരണം എന്ന് ഞങ്ങൾക്ക് വളരെ നിർബന്ധമായിരുന്നു. അദ്ദേഹം ഒഴിഞ്ഞു വരാൻ ഒരുപാട് ശ്രമിച്ചു. അദ്ദേഹം പറഞ്ഞു ഇന്ന് കൊല്ലത്ത് പരിപാടിയാണ്, ഇവിടെ എത്തണമെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടേണ്ടി വരും. പക്ഷെ ഞാൻ പറഞ്ഞില്ലെങ്കിൽ ഉദ്ഘാടനമില്ല. ഏതായാലും അദ്ദേഹം വളരെ ത്യാഗം സഹിച്ചുകൂടെ വന്നിരിക്കുകയാണ്. അദ്ദേഹത്തെ ഞാൻ കൂടുതൽ വിശേഷിപ്പിക്കുന്നില്ല. നമ്മുടെ രാഷ്ട്രപതി ശ്രീ പ്രണബ് മുഖർജി അദ്ദേഹത്തെ കുറിച്ച് വിശേഷിപ്പിച്ചത് ജീവിച്ചിരിക്കുന്ന ഗാന്ധി എന്നാണ്. അങ്ങനെ ഇതിന്റെ എല്ലാ ക്ലിയറൻസും വേഗത്തിൽ തരുന്നതിന് വേണ്ടി ഡൽഹിയിൽ ഓരോ ദിവസവും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളെന്നുള്ള നിലയിൽ അദ്ദേഹം ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നു എന്നുള്ളത് അഭിമാനകരമാണ്. അദ്ദേഹവും എന്നോട്, ഞാൻ മന്ത്രിയായ സമയം മുതൽ എന്നോട് പറയുന്ന രണ്ട് കാര്യമാണ്. തനിക്കുള്ള രണ്ട് ചലഞ്ചാണ് വിഴിഞ്ഞവും കണ്ണൂർ എയർപോർട്ടും. ആ ചലഞ്ച് ഇത്രയും വരെ എത്തിക്കാൻ സാധിച്ചു എന്നുള്ളതിനാണ് സന്തോഷം. അപ്പൊ അദ്ദേഹത്തെ ഈ നാട്ടിലെ പൗരാവലിക്ക് വേണ്ടി, ഓരോ സംസ്ഥാന സർക്കാരിന് വേണ്ടി ആത്മാർത്ഥമായി ഞാൻ ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ശ്രീ KC വേണുഗോപാലിനെ കുറിച്ച് ഞാൻ സൂചിപ്പിച്ചു. നിങ്ങൾക്കറിയാം, കണ്ണൂര് വളർത്തിയെടുത്ത നേതാവാണ് ശ്രീ KC വേണുഗോപാൽ. യഥാർത്ഥത്തിൽ നമ്മുടെ എയർപോർട്ടുകൾക്കെല്ലാം അദ്ദേഹത്തിന്റെ ഈ വ്യോമയാന മന്ത്രിസ്ഥാനം വളരെ അനുഗ്രഹമായി. ഈ എയർപോർട്ടില് എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ 204 കോടി രൂപ മുടക്കാൻ തീരുമാനിച്ചത് ശ്രീ KC വേണുഗോപാലിന്റെ ആത്മാർത്ഥമായ പരിശ്രമം ഒന്നുകൊണ്ട് മാത്രമാണ് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അദ്ദേഹത്തെ ഈ സമ്മേളനത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. ശ്രീ മുല്ലപ്പള്ളി രാമചന്ദ്രൻ നമ്മുടെ വികസന പ്രവർത്തനങ്ങളെല്ലാം വളരെ കൂടുതൽ താല്പര്യമെടുക്കുന്ന ഒരാളാണ്. അദ്ദേഹത്തെ ഞാൻ ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ നേരത്തെ ധാരണ ഉണ്ടായിരുന്ന വ്യവസായ മന്ത്രിയും ശ്രീ KM മാണി സാറും, രണ്ടുപേർക്കും പ്രതിപക്ഷ നേതാവും, ഇവർക്ക് 3 പേർക്കും ഇവിടെ എത്താൻ സാധിക്കാതെ പോയിട്ടുണ്ട്. ശ്രീ കുഞ്ഞാലിക്കുട്ടിയും KM മാണി സാറും